ഹലോ, ഇന്നൊരു ഒത്തുകൂടൽ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് മേക്കിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അമ്മ ഇന്ന് രാത്രി എന്താ സ്പെഷ്യൽ? കപ്പയും ഏരിക്കറിയും ചാള വറുത്തതും. ഓ, ചിക്കൻ ഇല്ല, മട്ടൺ ഇല്ല. അങ്ങനെയൊക്കെ ചിക്കനും മട്ടനൊന്നും ഇല്ല. നമ്മളിതാ മീനും ചാള വറുത്തതുണ്ട്, മീൻ കറി ഉണ്ട്, കപ്പയുണ്ട്. അത് മതിയല്ലോ. അപ്പോൾ ഞാൻ എന്താ മീൻ കറിക്കുള്ള ഉള്ളിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മ ഇതൊക്കെ നന്നാക്കി കപ്പയൊക്കെ നന്നാക്കി വെച്ചേക്കണം. വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞിട്ട് പോയേക്കാണ് അവർ. അമ്മായിയൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് ആലോചിക്ക് പോയേക്കാണ്. അങ്ങനെ ഞാൻ എന്താ കപ്പ നന്നാക്കൽ ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്ക് കപ്പ നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറയാലോ, എനിക്ക് കപ്പയുടെ തൊലി ഇങ്ങനെ കളയാൻ ഇങ്ങനെ വെട്ടിയൊക്കെ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു ഞാൻ നന്നാക്കി വയ്ക്കാം, അമ്മമ്മ വരുമ്പോൾ മുറിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നാക്കൽ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഇരുന്നിട്ടാണോ എന്നറിയില്ല, കൊതുകൊക്കെ കടിച്ച് പിന്നെ നിലത്തധികം നേരം ഇരുന്നിട്ടാണോ എന്നറിയില്ല, അവിടെ ഇരുന്ന് മടുത്തു. സോ ഞാൻ നേരെ ഡൈനിങ് ടേബിളിൽ വന്നു. അവിടെ ഇരുന്നായി ബാക്കി എന്നെ നന്നാക്കൽ. അങ്ങനെ ഇത് നമ്മുടെ കപ്പയൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മീനും ഇവിടെ സെറ്റാണ്. അമ്മ മീൻ കറിക്കുള്ള കൂട്ടൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടപ്പത്ത് വെച്ചാട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത്. അടപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന കറികൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. ഇല്ല ഞാൻ പോകണം. അമ്മായിയൊക്കെ ആലുവയ്ക്ക് പോയിട്ട് വന്നു. അതിനുശേഷം എന്താ കപ്പ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഹെൽപ്പറായ നന്ദു ഉണ്ട് കൂടെ. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടത് ഷാജിക്കുഞ്ചിനും ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. രാവിലെ പണിയൊക്കെ ചെയ്തതിൻ്റെ ക്ഷീണത്തിനാണെന്ന് അറിയില്ല, നമ്മുടെ കവി ഇപ്പോൾ ടി വി ഒക്കെ കണ്ട് നല്ല റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. കവിയുടെ ഒപ്പം കട്ടയ്ക്ക് കൂട്ടി എതും ഉണ്ട്. അക്കു കൊല്ലത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അക്കുവിനെ പിക്ക് ചെയ്യാനായിട്ട് ഇത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. ആ രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഇതാ കപ്പയും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ റെഡിയായി. നമ്മൾ പിള്ളേർ ആദ്യം കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് അമ്മമാരും അമ്മമ്മയും കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ സരോമയും ചിറ്റയും വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അവർ ഉച്ചയ്ക്കത്തെ ചോറും കറികളൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്ന എല്ലാവരെയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ആ ഷാജിക്കുഞ്ച് നേരത്തെ ഉറക്കം പിടിച്ചു. അമ്മുക്കുട്ടി പാവം തലവേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യണ്ട. നമ്മുടെ ഹെൽപ്പർ ഹെൽപ്പ് ചെയ്ത് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. പാവം കിടക്കണ കിടപ്പുണ്ടോ? അയ്യോ വേണ്ട വേണ്ട കേട്ടോ. ഇതിവിടെ ഒന്ന് ഒറ്റക്കിരിക്കുന്ന നേരത്തെ വീഡിയോയിൽ വീടിൻ്റെ റിനോവേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വർക്ക് ഏരിയ നമ്മളൊന്ന് റിനോവേറ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മളിത് ഒരു റൂമും കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുത്തായിരുന്നു. ഇതാണ് നമ്മുടെ പുതിയ റൂം. നെക്സ്റ്റ് ഡേ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ബാഗും എല്ലാമൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം നിൽക്കുന്നത്. നല്ല സ്ട്രെസ്സായിരുന്നു. എന്നാൽ നമ്മൾ പ്രതീക്ഷ അത്ര അടിച്ചുളിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. നമ്മുടെ തിരക്കുകളൊക്കെ കാരണമാണ്. അപ്പോൾ ടാറ്റ ബൈയൊക്കെ പറഞ്ഞ് എല്ലാവരും പോവാണ്. സൂണച്ചിൻ്റെയും ഷാജിക്കുഞ്ചിൻ്റെയും അക്കു അമ്മൊക്കെ ഇറങ്ങായി. അപ്പോൾ ഇനി കാണുന്നവരേക്കും ടാറ്റ ബൈ. അപ്പോൾ നെക്സ്റ്റ് ടാറ്റ ബൈ പറഞ്ഞു പോകുന്നത് അമ്മായി ആൻഡ് ഫാമിലിയാണ്. അമ്മായി ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി. അമ്മമ്മ ഓൾറെഡി കാറിലുണ്ട്, നന്ദു ഉണ്ട്, സരോമയും ഏതും കയറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മ ചീത്ത വിളിച്ച് നന്ദുവിനെ വേഗം താഴേക്ക് ഇറക്കി. ടാറ്റ ടാറ്റ. ഒത്തുകൂടുതൽ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ.